സാലം ലേണിംഗ്. അപ്പം നമ്മൾ ഇതാ വൺ ബൈ ആയിട്ട് എക്സാമിന് ശേഷം ഓരോരോ ചാപ്റ്റേഴ്സ് ഓരോരോ പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്ന് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ 7ാമത്തെ പാഠഭാഗമായ നട്ടു നനച്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാനാണ്. മിസ്സിന്റെ പേര് ആദ്യം പറഞ്ഞുതരാം, അനിറ്റ എന്നാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഏത് ഭാഗത്താണെന്നൊക്കെ നോക്കിയിട്ട് മിസ്സിന്റെ കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാവേ. ഫസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതൂ. ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചേ. അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതും. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. അതിൽ ചില അക്ഷരങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, ചില അക്ഷരങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് ആ അക്ഷരങ്ങൾ ഏതാണെന്നൊന്ന് കണ്ടെത്താനൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഇവിടെ ഇതാണ്ടേ തീ ള് ഉണ്ട്, പിന്നെ ഇതാ ചേയുണ്ട്, ദായുണ്ട്, ലിയുണ്ട്. നമ്മൾ ഏതോ ഒരു അക്ഷരം ഇതാ ഈ ബോക്സിൽ എഴുതുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 പുതിയ വാക്കുകൾ കിട്ടും. അപ്പൊ ഏതായിരിക്കും? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉള്ള മക്കൾ എല്ലാവരും ഉറക്കെ പറയണം കേട്ടോ. അപ്പൊ എന്തായിരിക്കും ഇവിടെ എഴുതാൻ പറ്റുക? മിസ് അതാ എഴുതി തരാം. ഇവിടെ നമുക്ക് ഗാന്ന് എഴുതാം കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ എന്ത് വരും? ദാണ്ട് നമുക്ക് 2 പുതിയ വാക്കുകൾ കിട്ടും. ഏതൊക്കെയാണ്? ഒന്ന് തിങ്കൾ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ചെങ്കദളി എന്നും നമുക്ക് 2 പുതിയ വാക്കുകൾ കിട്ടും. ഇനി ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇതാ മിസ് ഇവിടെ വട്ടത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന 2ാമത്തെ പ്രവർത്തനം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഏതായിരിക്കും മിസ്സിംഗ് ആയിട്ടുള്ളത്? ഒന്ന് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. മിസ്സിന് കിട്ടി. എന്താണിത്? ഇത് നമുക്ക് ചൊവ്വാഴ്ച, അതായത് വാ എന്ന് നമുക്ക് ഇതിന്റെ ഒത്ത നടുക്ക് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? പുതിയ 2 വാക്കുകൾ കിട്ടി. ഏതൊക്കെയാണെടാ? ഉറക്കെ വായിച്ചോ, മിസ്സിനൂടെ വായിച്ചോ. ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ചൊവ്വാഴ്ച, അത് കിട്ടി. ഇനി 2ാമത്തേത് ഇതാണ്. യെസ്, ഒന്ന് ഏതാണെടാ? വവ്വാൽ. ഓക്കെ, അപ്പൊ ഇതാ നമ്മളൊരു ചെറിയ ഒരു അക്ഷരം ഉപയോഗിച്ച് നമുക്കിതാ സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായ രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ 2 വാക്കുകളും കൂടി കിട്ടി. അപ്പൊ നമുക്കിനി ഇതുപോലെ നിങ്ങൾ നോക്കിക്കേ, ഈ ങ എന്ന് പറയുന്ന ഈ ഒരു അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വേറെയും കുറേ വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? ഏതൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഇതാ പങ്ക്, ശരിയല്ലേ? ചങ്ക്, കുങ്കുമം, പങ്കായം, തങ്കം, ചെങ്കദളി, തിങ്കൾ, അംഗം, മുള്ളങ്കി. അതുകൂടാതെ തന്നെ ബാങ്ക് എന്നൊക്കെ നമുക്ക് എഴുതിക്കൂടെ? യെസ്, ബാങ്ക്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതാണ്ട് വായാണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ, പുതിയതായിട്ട് കൊണ്ടുവന്ന അക്ഷരം. വാ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വണ്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും, വണ്ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയും എന്താണ്? നമുക്ക് വാ വെച്ചിട്ട്, വാ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചും പുതിയ പുതിയ വാക്കുകൾ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇവിടെ വാക്ക് എന്ന് എഴുതുന്നത് തന്നെ എന്താണെടാ? വായുണ്ടല്ലേ. അപ്പൊ 1ാമത്തെ പ്രവർത്തനം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തേ. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. 2ാമത്തെ പ്രവർത്തനം എന്താടാ പറയുന്നത്? ഷ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാ കുറേ അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നോക്കി, ഇതാ സായുണ്ട്, കൃ ഉണ്ട്, വേ ഉണ്ട്, വി, ഷം, യം, ഭ, ഷി, ദോ, ഷ, ക, ഷ, ഉ, മ. അങ്ങനെ കുറേ അക്ഷരങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഷ എന്ന് പറയുന്ന അക്ഷരം വരുന്ന വാക്കുകൾ കണ്ടെത്തണം. അപ്പൊ ഇതാ ഒന്നിവിടെ എഴുതിയിട്ടുണ്ട്, സന്തോഷം. വേറെ എന്തൊക്കെ ഇവിടെ ഉണ്ടാവും? ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാ കൃ ഉണ്ട്, ഷി ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, കൃഷി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റൂലേ. പിന്നെ എന്താ ഉള്ളത്? ഇതാ വി ഉണ്ട്, ഷം ഉണ്ട്. അപ്പൊ എന്ത് വന്നു? ഇതാ വിഷം എന്ന് പറഞ്ഞ പുതിയ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ എന്താ ഉള്ളത്? നമ്മൾ നോക്കിക്കേ. അപ്പൊ ഇതാ ഇവിടെ ഇതാ വേ ഉണ്ട്, പിന്നെയും ഇവിടെ ഇതാ ഷം ഉണ്ട് അല്ലെ. അപ്പൊ ഇതാ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേഷം എന്ന് എഴുതാൻ പറ്റും. ഇനിയും നമുക്ക് ഇതാ കുറേ വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇത് നോക്കിക്കേ, ഇതാ ബായുണ്ട്, അതുപോലെ തന്നെ ഷായുണ്ട്. അതെങ്ങനെയാണ് സംഭവം? യെസ്, ഭാഷ എന്ന് പറയുന്നത്. അപ്പം മക്കൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഇതാ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചല്ലേ. ഇതുപോലെ കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ 1 ബൈ ആയിട്ട് ചെയ്തു നോക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.